ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിമ്പിൾ തന്തൂരി ചിക്കനാണ്. സിമ്പിളായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം 1 കിലോ ഒരു 7 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ നമ്മൾ കട്ട്സ് ഇടണം. നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കട്ട്സ് ഇടണം. ഉണ്ടാക്കുന്ന വിഭവം ടേസ്റ്റി ആവണമെങ്കിൽ ഫിഷ് ആയാലും ചിക്കൻ ആയാലും നമുക്ക് കുറച്ച് കട്ട്സൊക്കെ ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കുറച്ച് തൈര് എടുക്കുകയാണ്, കേർഡ്. പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാൻ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ കശ്മീരി ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ സ്പൈസി ആയ ചില്ലി പൗഡർ, കുറച്ച് ടർമറിക് പൗഡർ, പിന്നെ ഒരു ലൈം പിഴിയുമ്പോൾ നമ്മൾ നോക്കണം, എന്തായാലും അതിൻ്റെ കുരുവൊക്കെ വീണാൽ കയ്പുണ്ടാവൂലേ. പിന്നെ കുറച്ച് ഉപ്പ്, അത്യാവശ്യം ഉപ്പിടണം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, ജീരകം പൊടി ഇതൊക്കെ ചേർക്കാം. ഞാൻ ആക്ച്വലി ആ വീഡിയോ എടുക്കുമ്പോൾ കട്ടായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇതൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും നമ്മുടെ ഈ കട്ട്സിൻ്റെ ഉള്ളിലൊക്കെ മസാല എത്തുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യണം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് എത്ര നേരം നമ്മൾ വെക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അഥവാ വേഗം അരമണിക്കൂറിനുള്ളിൽ എടുത്താൽ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ അടിപൊളിയായിരിക്കും, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേഗം കുക്കാവുകയും ചെയ്യും. നമ്മൾ ഈ തൈരൊക്കെ ചേർക്കുന്നത് ചിക്കൻ കുറച്ച് വേഗം കുക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇനി ഒരു വലിയ കടായി, അല്ലെങ്കിൽ പാൻ, ഓപ്പൺ പാൻ, എന്തെങ്കിലും നിങ്ങൾക്ക് ഏത് പാത്രമാണോ എടുക്കേണ്ടത് അതെടുത്ത ശേഷം അതിൽ കുറച്ച് എണ്ണ ചൂടാക്കണം. എന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഇതിലേക്ക് ഓരോന്നായിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ നോക്കണം, ഫ്ലെയിം നല്ല ഹൈ ആയിട്ട് വെക്കണം. പക്ഷെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അല്ലെങ്കിൽ അത് താഴെ പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ലെഗ് പീസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇത് നന്നായിട്ട് 2 സൈഡും നമ്മൾ കുക്ക് ചെയ്യണം. നമ്മൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അപ്പോൾ നമുക്ക് താഴെ തട്ടൂല, കരിഞ്ഞു പോവില്ല. പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നോൺ സ്റ്റിക്കിന് യൂസ് ചെയ്യുന്ന സ്പാച്ചുല തന്നെ യൂസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലേക്ക് നമ്മൾ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അയണിൻ്റെ ഒക്കെ യൂസ് ചെയ്താൽ അതിൽ സ്ക്രാച്ചസ് വീഴാൻ ചാൻസ് ഉണ്ട്. ചിലർ എഗ്ഗ് ചേർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇതിലേക്ക് എഗ്ഗ് ചേർക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള പോലെ മാരിനേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ പാത്രത്തിലേക്ക് മാറ്റണം. അത്യാവശ്യം 2 സൈഡും നന്നായിട്ട് കുക്കാവണം. ഇതിപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല സ്പൈസും സോൾട്ടും ഒക്കെ നല്ല ഈക്വൽ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉപ്പ് കൂടുതൽ വേണോ കുറവ് വേണോ, എരിവ് കൂടുതൽ വേണോ കുറവ് വേണോ നോക്കിയിട്ട് വേണം മാരിനേറ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അളവും. ഇനിയാണ് മെയിൻ സംഭവം കേട്ടോ. ഈ ചിക്കൻ ഇപ്പോൾ റെഡി ആയില്ലേ, അത് എണ്ണയൊക്കെ കളഞ്ഞ ശേഷം ഒരു അടപ്പുള്ള പാത്രത്തിലേക്ക് നിരത്താം. എന്നിട്ട് ഒരു പാത്രത്തിലൊരു
കനലുണ്ടല്ലോ, അത് കനൽ അല്ലെങ്കിൽ ചിരട്ട അതൊന്ന് കത്തിച്ചിട്ട് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഒരു സ്പൂണ് ഓയിൽ, ഏത് ഓയിലാണോ ഉള്ളത് അത് ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നല്ലൊരു പുക വരും. അപ്പോൾ തന്നെ ഈ അടപ്പ് അങ്ങ് അടയ്ക്കുക. ഇങ്ങനെയാണ് സിമ്പിളായിട്ട് തന്തൂരീൻ്റെ ഫ്ലേവർ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഗ്രില്ലിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിന് മുകളിൽ ഈ ചിക്കൻ വെച്ച് ഒന്ന് 2 സൈഡും കുക്കാക്കിയാലും മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്